പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. 56 വർഷത്തെ പഴക്കമുള്ള പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസാണ് റദ്ദാക്കിയത്. സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിലായി. സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 1970 അന്നത്തെ പത്തനംതിട്ട MLA ആയിരുന്ന KK നായർ ശിലാസ്ഥാപനം നടത്തി. 1972 ഒക്ടോബർ 14 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന TK ദിവാകരൻ ഉദ്ഘാടനം ചെയ്ത വിദ്യാലയ കെട്ടിടമാണ് ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കെട്ടിടം. ആ കെട്ടിടത്തിനാണ് ഇപ്പോൾ ഫിറ്റ്നസ് റദ്ദാക്കിയിരിക്കുന്നത്. ഈ വർഷം 2025-26 വർഷത്തെ ഫിറ്റ്നസ് പഞ്ചായത്ത് നൽകിയ കെട്ടിടത്തിനാണ് കഴിഞ്ഞ ദിവസം ഫിറ്റ്നസ് റദ്ദാക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ സ്കൂൾ പ്രവർത്തനക്ഷമമല്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയത്. തേവലക്കര സ്കൂളിലുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളുടെ ഫിറ്റ്നസ് വീണ്ടും പരിശോധിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. അത്തരത്തിൽ നടത്തിയ പരിശോധനയിലൂടെയാണ് ഇപ്പോൾ ഈ സ്കൂളിന്റെ ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥികളെ ഈ ക്ലാസ് മുറികളൊക്കെ തന്നെ സമീപത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം ഈ കെട്ടിടത്തിൽ ഓഫീസ് മുറിയും ഒപ്പം തന്നെ ലാബും ഹയർ സെക്കൻഡറി വിഭാഗവുമാണ് പ്രവർത്തിച്ചിരുന്നത്. ആ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുട്ടികൾ സ്ഥലപരിമിതി മൂലം വളരെ വീർപ്പുമുട്ടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ക്ലാസ് മുറിയിൽ തന്നെ നിരവധി ക്ലാസുകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുട്ടികളുടെ ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ബെഞ്ചുകൾ മാത്രമാണ് വെച്ച് എഴുതുന്നതിനോ പഠിക്കുന്നതിനോ ഉള്ള ഡെസ്കുകൾ പോലും ഇവിടേക്ക് മാറ്റാനുള്ളൊരു സമയം അവർക്ക് ലഭിച്ചിട്ടില്ല. ഇതിന് തൊട്ടു മുകളിലായി ഒരു നിലയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. അത് ഈ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട ഒരു കെട്ടിടമായിരുന്നു അത്. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഈ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കാണ് ഒരു ബുദ്ധിമുട്ട് ഈ ക്ലാസ് മുറികൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഉണ്ടായിട്ടുള്ളത്. അതായത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലാസ് മുറിയിലേക്ക് ഇത്രത്തോളമുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ട് അവിടെ മാറുമായിരുന്നു. ആ ക്ലാസ്സിൽ കുട്ടികൾക്ക് സുഗമമായി ഇരിക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതോടുകൂടി ഇപ്പോൾ ഈ കുട്ടികൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി അടിയന്തരമായി ഈ മുകളിലുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അധികൃതരും സ്കൂൾ അധികൃതരും ഒക്കെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ അധികൃതരെയും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അധികൃതരെയും ഒക്കെ കാണാനുള്ള ശ്രമവും നടത്തുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ കുട്ടികൾ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.